വളരെയധികം ഗജവീരന്മാരെ ആനക്കേരളത്തിന് സമ്മാനിച്ച പുത്തംകുളം ഷാജിയുടെ കയ്യും പിടിച്ച് സോൺപൂറിലെ പ്രശസ്തമായ ആനച്ചന്തയിൽ നിന്നും കേരളത്തിലേക്കെത്തിയ ഗജരാജൻ പട്ടത്ത് ശ്രീകൃഷ്ണൻ എത്തിയ നാളിൽ തന്നെ യാതൊരു അപരിചിതവും കാണിക്കാതെ ഉത്സവത്തിന്റെ ചിട്ടവട്ടങ്ങൾ ഹൃദിസ്ഥമാക്കിയ അവൻ ആനക്കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു കളഞ്ഞു. പുത്തംകുളം ശ്രീകൃഷ്ണൻ എന്നായിരുന്നു ആദ്യകാലങ്ങളിൽ ഇവൻ അറിയപ്പെട്ടിരുന്നത്. തെക്കൻ കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിൽ നിറഞ്ഞു നിന്നിരുന്ന സമയം. ഒരിക്കൽ ഒരു ഉത്സവപ്പറമ്പിൽ വെച്ചാണ് തൃശൂർ സ്വദേശി അശോക് കുമാർ എന്ന ആനപ്രേമി ശ്രീകൃഷ്ണനെ ശ്രദ്ധിക്കുന്നത്. ഒന്ന് കണ്ണടച്ചു തുറക്കും മുൻപേ അശോക് കുമാർ ശ്രീകൃഷ്ണനെ പൊന്നും വില കൊടുത്ത് സ്വന്തമാക്കി. പിന്നീട് തൃപ്രയാർ കീഴ്പുള്ളിക്കര പട്ടത്ത് തറവാട്ടിലായി അവൻ്റെ വാസം. അവിടെ അവൻ പട്ടത്ത് ശ്രീകൃഷ്ണൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അശോക് കുമാർ എന്ന തൻ്റെ ഉടമസ്ഥൻ്റെ മകൾ 7ാം ക്ലാസ്സുകാരിയായ വിജയലക്ഷ്മിയുമായി ശ്രീകൃഷ്ണന് അതിശയകരമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂൾ വിട്ടുവരുന്ന കുട്ടി പർവ്വതസമനായ ശ്രീകൃഷ്ണൻ്റെ കൊമ്പ് പിടിച്ച് വഴി നടത്തുന്നത് അക്കാലത്ത് പത്രത്താളുകളിലെ രസകരമായ വാർത്തയായിരുന്നു. ചെറായിലും ചക്കുമരശ്ശേരിയിലും എന്നുവേണ്ട എവിടെയൊക്കെയോ തലപ്പൊക്ക മത്സരം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ശ്രീകൃഷ്ണൻ തൻ്റെ സാന്നിധ്യം അറിയിച്ചു തുടങ്ങി. ഉയരവും ലക്ഷണത്തികവും സ്വഭാവമഹിമയും ഒത്തുചേർന്ന ഒരു അത്ഭുത പിറവി. അധികമൊന്നും ആരാധക പരിവേഷമില്ലാതെ ആനക്കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന അപൂർവ ജന്മം. പട്ടത്ത് തറവാടിൻ്റെ പരിലാളനകളേറ്റ് പച്ചപ്പാവമായി ജീവിക്കുന്നതിനിടയിൽ സാക്ഷാൽ ദൈവത്തിന് പോലും അസൂയ തോന്നിക്കാണും. കെട്ടും തറയിൽ തെന്നി വീണതിനെ തുടർന്നുണ്ടായ പിൻകാലിലെ മുറിവ് അവൻ്റെ ജീവനെടുത്തു. ചെയ്തിരുന്ന ചികിത്സകളൊക്കെ വിഫലമാക്കിക്കൊണ്ട് 2011 ജൂൺ 19 ശ്രീകൃഷ്ണൻ യാത്രയായി. ചെരിയുമ്പോൾ ആനയ്ക്ക് 45 വയസ്സിൽ താഴെ മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. നടന്നു കയറാനുള്ള വഴികൾ ബാക്കിയാക്കി അവനും ആനക്കേരളത്തെ വിട്ടകന്നു. മൺമറഞ്ഞുപോയ ഗജരാജൻ പട്ടത്ത് ശ്രീകൃഷ്ണൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു.